Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നോ കോണ്ടാക്ട് റൂൾ ഉപയോഗിച്ചതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ നോ കോണ്ടാക്ട് റൂളിൻ്റെ ബെനിഫിറ്റ്, അതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഹീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ നോ കോണ്ടാക്ട് റൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കാരണം ഈ നോ കോണ്ടാക്ട് റൂൾ പല ആളുകളും റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നോ കോണ്ടാക്ട് റൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ബെനിഫിഷ്യലായി മാറുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രധാനമായും 3 ബെനിഫിറ്റാണ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നത്. ഒന്നാമത്തെ ടെക്നിക്ക് പരസ്പരമുള്ള വാല്യൂ, അതായത് നിങ്ങൾക്ക് ആ വ്യക്തി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും ആ വ്യക്തിക്ക് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് ആണ് ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. കാരണം നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നില്ല, അവരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ല. മാത്രമല്ല നമ്മുടേതായിട്ടുള്ള കംപ്ലീറ്റ് സ്പേസ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടൈം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിലുപരി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പരസ്പരം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് ആണ് ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്പേസ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്താണോ ആ ഒരു മിസ്റ്റേക്ക് പറ്റിയത് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും, ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ച ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി റീതിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുവാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ആലോചിച്ച് ആരുടെ ഭാഗത്താണ് ആക്ച്വലി മിസ്റ്റേക്ക്, സോറി പറയേണ്ടത് ആരാണ്, അല്ലെങ്കിൽ സോറി പറയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ, ഫോർഗീവ് ചെയ്യേണ്ട കാര്യമാണോ, ഇങ്ങനെ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു സ്പേസ് കൂടിയാണ് കിട്ടുന്നത് ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പലപ്പോഴും ഒരു പ്രശ്നം, എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് നമ്മൾ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പകരം നമുക്ക് കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ കിട്ടുകയും അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് ഇതാണ്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ റിലേഷൻഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുന്ന അത്രയും അല്ലെങ്കിൽ അതിനുപരി നമുക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണ്. ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് വാല്യൂ അല്ലെങ്കിൽ അവനവൻ്റെ വാല്യൂ, അവനവൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമല്ല, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ആളുകൾക്കുമാണ് അവരാഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്തരത്തിൽ സെൽഫ് ഗ്രോത്തിനുള്ള ഒരു ടൈം കിട്ടും. മാത്രമല്ല നമ്മുടെ വാല്യൂ, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും വീക്ക് പോയിന്റുകൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വീക്കായി കിടക്കുന്നത് ഇതും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് നമ്മളെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു റിലേഷൻഷിപ്പ് പലപ്പോഴും സക്സസ് ആവുന്നതും ഫെയിലിയർ ആവുന്നതും നമ്മൾ സെറ്റ് ചെയ്യുന്ന ബൗണ്ടറിക്ക് അനുസരിച്ചായിരിക്കും. അതൊരു ഫാക്ടറാണ്. അതായത് നമ്മളൊരു ബൗണ്ടറിയും സെറ്റ് ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന സമയത്ത് പലപ്പോഴും അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നീ എന്നോട് അങ്ങനെ ഇടപെട്ടത് കാരണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ബൗണ്ടറി ഒന്നും സെറ്റ് ചെയ്യാതെയുള്ള അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ആയത് കാരണം എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല തിങ്ക് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു തെറ്റിദ്ധാരണയ്ക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു ബൗണ്ടറി ആബ്സെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ബൗണ്ടറി ആ റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. കാരണം ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ബൗണ്ടറി ഇല്ലായ്മയായിരിക്കാം, അതല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ഈ ഒരു
നോ കോണ്ടാക്ട് റൂള് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് വഴി ഈ 3 ബെനിഫിറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. അതായത് എല്ലാ നോ കോണ്ടാക്ട് റൂളാണ്, ഒന്നും മിണ്ടണ്ട, അങ്ങനെയൊന്നുമല്ല. അതിന് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ കേസസ് ആണ്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചില കേസുകൾ നമ്മൾ ഒരിക്കലും നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട്, പറ്റാത്ത കേസുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും ബെനിഫിറ്റുകൾ, ഈ പ്രധാനപ്പെട്ട ഈ 3 ബെനിഫിറ്റുകൾ തീർച്ചയായും നോ കോണ്ടാക്ട് റൂളിനുണ്ട്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസുകളും ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസുകളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ കേസ് പോലെ ഇരിക്കും. എനിവേസ് നിങ്ങൾക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മെൻറ്ററിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്